സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങള്? കൂട്ടുകാരെ, വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഭരണഘടനയിലെ ക്ലാസ്സുകൾ. അപ്പോൾ ഭരണഘടനയുടെ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വരികയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത മുഴുവൻ ക്ലാസ്സുകളുടെയും ലിങ്ക് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കണ്ടുവരിക, നോട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന CPO ആയാലും ഡിഗ്രി ലെവൽ എക്സാം ആയാലും LP UP എക്സാം ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് സഹായം ചെയ്യുന്നതാണ്. ഞാൻ ഓരോ പരീക്ഷ എടുത്തു പറയുന്നില്ല, കമ്പനി ബോർഡ് LGS എല്ലാ പരീക്ഷകൾക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രിയാമ്പിൾ ആണ് പഠിക്കുന്നത്. അടിസ്ഥാന വസ്തുതയാണ് പ്രിയാമ്പിൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓരോരോ ഡേറ്റുകൾ എഴുതി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 1946 ഡിസംബർ 13 നെഹ്റു ICA ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓർക്കുന്നുണ്ടോ നിങ്ങളെ? ആ ഒരു ഡേറ്റ് ഞാൻ വീണ്ടും എടുത്ത് എഴുതുകയാണ്. കൂട്ടുകാർ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ്, 1946 ഡിസംബർ 13 പഠിച്ച് ലക്ഷ്യപ്രമേയം ആരവതരിപ്പിക്കുന്നു? നെഹ്റു അവതരിപ്പിക്കുന്നു. ആ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അംഗീകരിക്കുന്നത് എന്നാണ്? തൊട്ടടുത്ത വർഷമാണ്. ഡിസംബർ മാസം 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ഡേറ്റ് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അംഗീകരിക്കുന്നു. അങ്ങനെ നമ്മൾ അംഗീകരിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയാണ്. ഓക്കെ, നിലവിൽ വരികയാണ് 1950 ജനുവരി 26. അങ്ങനെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉണ്ടായിരുന്നു. ആ ആമുഖമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ലക്ഷ്യപ്രമേയമായിരുന്നു. അപ്പൊ നോക്കൂ, ആമുഖം നിലവിൽ വരുന്നത് അതല്ലെങ്കിൽ അന്നത്തെ തെരഞ്ഞെടുത്ത ആ ലക്ഷ്യപ്രമേയം ആമുഖമാക്കി ഉൾപ്പെടുത്തിയിട്ട് ഭരണഘടനയിൽ ആമുഖം നിലവിൽ വരുന്നത് 1950 ജനുവരി 26 എന്ന് പറഞ്ഞാൽ ആമുഖവും ഭരണഘടനയും ഒക്കെ ഒരേ ദിവസമാണ് നിലവിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നെഹ്റുവാണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് നമ്മുടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അവിടെ ഒരു മാർക്ക് കിട്ടണം. ഇനി അടുത്തൊരു ചോദ്യം ആമുഖവുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം, ആമുഖം മറക്കരുത്. ഇതാ നോക്കൂ, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും ഈ മുഖത്തെ കുറിച്ച് അല്ലെ? നമ്മൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ കുറിച്ചടക്കം ഒരുപാട് പോയിന്റുകൾ BN റാവുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. BN റാവു, SN മുഖർജിയിലെ അങ്ങനെ ഒരുപാട് HC മുഖർജി, ഒരുപാട് പേരുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് നമ്മൾ. VT കൃഷ്ണമാചാരി, TT കൃഷ്ണമാചാരി മറക്കാൻ പാടില്ലേ. ആ ക്ലാസ് നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഇത് കൂട്ടുകാരെ. സ്ഥിരം LGS-നടക്കം ചോദിക്കുന്നതാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഓപ്ഷനിൽ BN റാവു ഉണ്ടാവും. നിങ്ങൾ തെറ്റിക്കും. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം BN റാവു അല്ല. പക്ഷേ ഇന്ത്യക്ക് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം, നോക്കൂ, ഇദ്ദേഹം എന്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എടുത്ത ജോലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ആ സമിതിയിൽ ഉണ്ടായിരുന്ന, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന BN റാവു എന്ത് ചെയ്യുന്നു? ഭരണഘടനയ്ക്ക് ഒരു ആമുഖം, പ്രിയാമ്പിൾ വേണം. ശ്രദ്ധിക്കണം, ആ മുഖമാണ് BN റാവുവിനെ മറക്കരുത്. ആമുഖം വേണമെന്ന ആവശ്യമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി വരുന്നത് എങ്ങനെ ഓർത്തു വെക്കുക? ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. MN റോയ്. നമ്മൾ എക്കണോമിക്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു MN റോയിയെ കുറിച്ച്. നോക്കൂ, ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ്. PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. നോക്കൂ, ലോകത്തിൽ തന്നെ മെക്സിക്കോയിൽ അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് MN റോയ്. അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും ലെനിനുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം ഉണ്ടാവുകയും അങ്ങനെ ഒരുപാട് കഥകളൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. അപ്പൊ എന്തായാലും MN റോയ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് കേട്ടോ. റഷ്യക്ക് പുറത്ത് തന്നെ ആദ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമായ വ്യക്തിയാണ്. അപ്പോ അത്തരത്തിലുള്ള MN റോയ് ഓക്കെ, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം പഠിച്ചല്ലോ. എന്നാൽ ആമുഖത്താരാണ്? അത് BN റാവു ആണ് കേട്ടോ. നോക്കൂ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ബുക്ക് PYQ ആണ്. ആരുടേതാണ്? MN റോയുടേതാണ്. മറ്റൊരു ബുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം. ഇവിടെ കാണാൻ പിക്ചർ, ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം എഴുതിയെടുക്കണേ. 10th ലെവൽ മെയിൻസാരൊക്കെ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. അപ്പൊ ദ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ബുക്ക്, ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം, ഇത് രണ്ട് പ്രധാനപ്പെട്ട MN റോയുടെ ബുക്കുകളാണ്. നോക്കൂ, ഇദ്ദേഹമാണ് 45 പീപ്പിൾസ് പ്ലാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് നമ്മൾ ആസൂത്രണം അല്ലെ, ഇന്ത്യയിലെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ SCERT പഠിച്ചു. അവിടെ പറഞ്ഞിരുന്നു 45 പീപ്പിൾസ് പ്ലാൻ. നോക്കൂ, MN റോയ്
നോക്കൂ, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഇദ്ദേഹം പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ വ്യതിചലിച്ച് മാറുന്നൊക്കെയാണ്. എന്തായാലും അദ്ദേഹം രൂപീകരിച്ച ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എം.എൻ. റോയിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. പ്രിയാമ്പിളായിട്ട് ബന്ധമില്ല, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഇതോട് പഠിപ്പിച്ചു? ഇത് ചോദിക്കുമ്പോൾ പ്രിയാമ്പിൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് എം.എൻ. റോയ്. അങ്ങനെ തെറ്റിക്കരുത് നിങ്ങൾ. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ ആമുഖം, അതായത് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം നമ്മൾ എവിടുന്നാണ് കടമെടുത്തത് ചോദിക്കാറുണ്ട് PSC. നോക്കൂ, LGSന്റെ ചോദ്യമാണ്. പിടിച്ചോളം പിള്ളേരെ. USA എന്നാണ്. എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തത്. ഒരുപാട് ആശയങ്ങൾ കടമെടുത്തത് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മുഴുവനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോക്കൂ, LGSന്റെ കൂട്ടുകാർ വരെ പഠിക്കേണ്ടതാണ് കടമെടുത്ത ആശയങ്ങളിലെ ബോറോഡ് ഐഡിയാസ്. അപ്പൊ അവിടെ നിങ്ങൾ ആമുഖം പഠിച്ചു. എവിടെയാണ്? USA ആണ്. ഇനി നോക്കൂ, ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജ്, ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ചാണ് അല്ലെ, നിങ്ങൾക്കറിയാം, നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ് ആണെങ്കിൽ ആമുഖം അത് മറച്ചിടുന്ന സമയത്ത്, ഭരണഘടന മറയ്ക്കുന്ന സമയത്ത് ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത്, ആ ഒരു കാര്യം ചെയ്തത് റാം മനോഹർ സിൻഹയാണ്. ആമുഖം മനോഹരമാക്കിയത് ആരാണ്? റാം മനോഹർ സിൻഹ. പഠിച്ചോളൂ. BN റാവു പഠിച്ചു, USA പഠിച്ചു, റാം മനോഹർ സിൻഹ പഠിച്ചു. അപ്പോ നമുക്കിനി ആമുഖം ഒന്ന് നോക്കാം അല്ലെ. ഇതാണ് ആമുഖം. ഈ പറയുന്ന മനോഹരമായ ആമുഖം NCERT-ൽ കൊടുത്താണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു കാണാം അല്ലെ. NCERT-ലെ പിക്ചറാണ് ഇത്. നമുക്ക് ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇതിന്റെ ഒരു മലയാളത്തിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കീറി മുറിച്ച് പഠിക്കണം. നോക്കൂ, ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. കണ്ടോ നിങ്ങൾ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ. അപ്പൊ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. അവിടെ ചോദിച്ചിട്ടുണ്ട് PSC. പഠിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു പരീക്ഷയും ചോദിക്കും. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്നാണ് ഈ ആമുഖത്തിൽ പറയുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങളാണല്ലേ. ഇവിടെ ഏറ്റവും പ്രധാനം ആരാണ്? പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആരുമല്ല, ജനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രധാനപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നതും ഇന്ത്യയിലെ ജനങ്ങളാണ്. അപ്പൊ ഭരണഘടന എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭരണഘടനയാണ്. ഇവിടെ പരമാധികാരി ജനങ്ങളാണ്. നോക്കണേ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. അപ്പൊ ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നതും ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് പ്രസ്താവിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ കിട്ടണം 2 പോയിന്റുകളാണ്. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നു. ഈ പറയുന്ന ആമുഖത്തിനകത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ആദർശം ഉള്ളത്. മൂല്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു മൂല്യം എന്ന് ചോദിച്ചാൽ അത് ഈ ആമുഖത്തിൽ ഉൾക്കൊള്ളുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഓർത്തു വെക്കണം. നോക്കൂ, ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. നമുക്കറിയാം, കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ആമുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ആമുഖം ന്യായവാദത്തിന് അർഹമല്ല എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആമുഖത്തെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അവിടെ നിങ്ങൾ ആമുഖം വായിച്ചു നോക്കുക. ഇനി അതിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാം. നോക്കൂ കൂട്ടുകാരെ, മലയാളത്തിന്റെ അതൊരു വേർഷൻ കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം, അങ്ങനെ തുടങ്ങിയിട്ട് ആമുഖം ഒന്ന് വായിക്കും നിങ്ങൾ. ഓക്കെ ആണല്ലോ? എല്ലാവരും വായിക്കണേ. ഇത് PSCക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഭരണഘടന, നമ്മുടെ രാജ്യം അല്ലെ. ആമുഖമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അത്തരത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഈ പറയുന്ന ആമുഖം എങ്ങനെയാണെന്ന് പറയുന്നു. തുടങ്ങിയത് നാം ഭാരതത്തിലെ ജനങ്ങൾ. ഓക്കെ ആണല്ലോ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്നു. അവിടെ പസോ മജറി എന്ന് പറയുന്ന കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയാം. പലപ്പോഴായിട്ട് PSC പരീക്ഷകൾ അതിന്റെ പാറ്റേൺ തെറ്റിച്ചു കൊടുക്കും. ആദ്യം സോഷ്യലിസം തരും, പിന്നെ മതേതരത്വം പറയും, അല്ലെങ്കിൽ റിപ്പബ്ലിക് പറയും. അപ്പൊ അതെങ്ങനെയാണ് ഭരണഘടനയിൽ കൃത്യമായിട്ട് നിർവഹിച്ചതെന്ന് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം. അതിനാണ് ഞാൻ ഈ കോഡ് പസോ മജറി. എന്താടാ പസോ മജറി എന്ന് ആലോചിക്കാൻ പറഞ്ഞ പസോ മജറി അല്ലെ. പരമാധികാര സ്ഥിതി സമത്വ. അതിന്റെ മലയാളം നോക്കൂ. സോഷ്യലിസം എന്ന് പറയുന്നതിന്റെ മലയാളമാണ് സ്ഥിതി സമത്വ. ഓക്കെ, സോഷ്യലിസ്റ്റ്, മതേതരത്വം അല്ലെ, സെക്യുലർ. നോക്കൂ, ജനാധിപത്യ ഡെമോക്രാറ്റിക് എന്നാണ് കേട്ടോ. അവിടെ മാറിപ്പോയതാണ് കൊടുത്തത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. LGSന് വരെ ചോദിക്കും. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന +2 ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം മനസ്സിലാക്കി പഠിക്കാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന 5 എണ്ണവും എന്തൊക്കെയാണെന്ന്. അതിന് വേണ്ടിയിട്ടാണ്. സാധാരണ LGS പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല എന്ന് വെച്ചിട്ട് LGSകാർ ഇത് പഠിക്കേണ്ട എന്ന് പറയില്ല. പക്ഷെ നിർബന്ധമല്ല. നോക്കൂ, പരമാധികാരം അല്ലെ. 1950 ജനുവരി 26 മുതൽ നമ്മുടെ രാജ്യം എന്താണ്? റിപ്പബ്ലിക് ആണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നു ജനുവരി 26 മുതൽ.
അതോടുകൂടി പരമാധികാരം നമുക്ക് കിട്ടണം. എന്താണ് ഈ പരമാധികാരം അല്ലെ? ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ. മറ്റൊരു രാജ്യത്തിന്റെ ആശ്രയത്വമോ ആധിപത്യമോ നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഇല്ല. നമ്മൾ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ അതുണ്ടാകുക, ബൈഹാർട്ട് പഠിക്കേണ്ട. ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കാൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് റഷ്യയെ സപ്പോർട്ട് ചെയ്യണോ, ഉക്രൈനെ സപ്പോർട്ട് ചെയ്യണോ, ഇനി ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കണോ, ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലെ. ഏത് വിഷയത്തിലും ഇന്ത്യക്കകത്തുള്ളതൊക്കെ നമുക്ക് നിയമനിർമ്മാണം നടത്താൻ ഇന്ത്യയിലെ ഗവൺമെന്റിന് അധികാരം കൊടുക്കുകയാണ്. അതാണ് പരമാധികാരം എന്ന് പറയുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഗവൺമെന്റിന് അധികാരമുണ്ട്. ഇന്ത്യക്ക് ഒരു വിദേശ പ്രദേശം, ഒരു പുറത്തുള്ള ഒരു ഭാഗം സ്വന്തമാക്കാനോ നമുക്ക് യുദ്ധങ്ങളൊക്കെ ചെയ്ത് നേടാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ പറയുന്ന ഒരു പ്രദേശത്തിന് അനുകൂലമായിട്ട് ഒരു പ്രദേശം നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാന് വിട്ടുകൊടുക്കാം, അതല്ലെങ്കിൽ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാം. ഇതൊക്കെ നമുക്ക് അധികാരമുണ്ട്. അപ്പൊ പരമാധികാരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഈ പറയുന്ന പരമാധികാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത് സോഷ്യലിസം ആണ് അല്ലെ. സോഷ്യലിസം നോക്കൂ, ഇന്ത്യയിൽ ജനാധിപത്യ സോഷ്യലിസമാണ് നിലവിലുള്ളത്. ജനാധിപത്യ സോഷ്യലിസം, പലതരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങള് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സോഷ്യലിസം അല്ലെ? സോഷ്യലിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വരുമാനത്തില്, ജീവിത നിലവാരത്തിലൊക്കെ എന്താ വ്യത്യസ്ത ആളുകൾ അല്ലെ, പണക്കാരനും പാവപ്പെട്ടനും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് എല്ലാവരും തുല്യരാവാകുക എന്നൊരു കൺസെപ്റ്റാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എന്നൊക്കെ വേറെ വിഷയം. പക്ഷെ നമ്മുടെ രാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതുകൂടിയാണ്. ഇപ്പൊ സോഷ്യലിസം എന്ന വരുമാനത്തിലും ജീവിത നിലവാരത്തിലും അസമത്വങ്ങൾ ഇല്ലാതാക്കുക അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ജനാധിപത്യ സോഷ്യലിസമാണ് ഇന്ത്യയിലുള്ളത്. ജനാധിപത്യ സോഷ്യലിസമാണ് ഇന്ത്യയിലുള്ളത്. ഇനി നോക്കൂ, മതേതരത്വം അഥവാ സെക്കുലർ ആണ് അല്ലെ. മതേതരത്വം, ഇന്ത്യക്ക് സ്വന്തമായി ഒരു മതമില്ല എന്ന് അർത്ഥമാക്കുന്നു. ശ്രദ്ധിച്ചു പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് ആമുഖത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ രണ്ടാമത്തത് നമ്മൾ സോഷ്യലിസം പറഞ്ഞാൽ, മൂന്നാമത്തത് മതേതരത്വമാണ്, സെക്കുലർ. അവിടെ എല്ലാ വ്യക്തികൾക്കും ഏത് മതം വിശ്വസിക്കാം, അതുപോലെ തന്നെ മതം പ്രചരിപ്പിക്കാനും മതത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവകാശമുണ്ട്, തുല്യ അവകാശമാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു വേർതിരിവും ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാ മതങ്ങൾക്കും. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു മതമുണ്ടോ? മതമില്ല. എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനവും എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക, തുല്യ പദവി നൽകുക. അതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നയം. അപ്പൊ എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം, എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക, തുല്യ പദവി നൽകുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത നോക്കൂ, ജനാധിപത്യമാണ്, ഡെമോക്രാറ്റിക്. നോക്കൂ, നമ്മള് 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗമൊക്കെ പഠിക്കാറില്ലേ, എബ്രഹാം ലിങ്കന്റെ പെൻസിൽവാനിയയിലെ പ്രസംഗം. അപ്പൊ അതുപോലെ ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സമ്പ്രദായം. ഇവിടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെ, ഭരണ സംവിധാനത്തെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഈ ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ജനാധിപത്യം? നോക്കൂ, ജനാധിപത്യം എന്താണെന്ന് മനസ്സിലായാലോ? ഈ പറയുന്ന ഭരണാധിപന്മാർ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ല, അവർക്ക് ദ്രോഹം ചെയ്യണമെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരാനുള്ള അധികാരമുണ്ടല്ലോ. അതാണ് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിന്റെ മനോഹാരിത അല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. റിപ്പബ്ലിക് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ, കണ്ടോ നിങ്ങൾ? യെസ്. അപ്പോ റിപ്പബ്ലിക് എന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ് ചോദിക്കും. ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും, ഫ്രാൻസിൽ നിന്നാണ്. എവിടുന്നാണ്? ഫ്രാൻസിലെ. നമ്മള് ഫ്രഞ്ച് വിപ്ലവം പഠിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുക, റിപ്പബ്ലിക് എന്ന പദം ഈ പറയുന്ന കടമെടുത്തിരിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. അത് എവിടുന്നാണ് കടമെടുത്തിരിക്കുന്ന? ആ റിപ്പബ്ലിക് ആശയം ഫ്രാൻസ് എന്നാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവൻ എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു തലവൻ റിപ്പബ്ലിക് ആവുക. 1950 ജനുവരി 26 റിപ്പബ്ലിക് ആയി എന്ന് പറയാൻ കാരണം അവിടെ ഒരു രാഷ്ട്ര തലവൻ വരികയാണ്, പ്രസിഡന്റ് വരികയാണ് അല്ലെ. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവനുള്ള ജനതയാണ് നമ്മൾ വിളിക്കുക റിപ്പബ്ലിക്കൻ രാജ്യങ്ങൾ എന്ന് വിളിക്കുക. ഇവിടെ രാഷ്ട്ര തലവനെ നമുക്ക് നേരിട്ടോ അതല്ലാതെയോ തിരഞ്ഞെടുക്കാം കേട്ടോ. ഈ പറയുന്ന ഒരു രാജ്യത്ത് റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്ര തലവൻ ഉണ്ടാവും. അദ്ദേഹത്തെ ജനങ്ങൾക്ക് നേരിട്ട് വോട്ടെടുത്ത് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലെ അവരെന്ത് ചെയ്യും? നേരിട്ടല്ലാതെ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ ആണല്ലോ. കൃത്യമായ ഇടവേളകളിൽ രാഷ്ട്ര തലവനെ തെരഞ്ഞെടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വർഷങ്ങളോളം 50, 30, 40 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു രാജ്യത്ത് ഭരണാധികാരിയെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ രാജ്യം റിപ്പബ്ലിക് ആണോ? അല്ല. അപ്പോ റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ രാഷ്ട്ര തലവന്മാരെ തെരഞ്ഞെടുക്കണം. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന വീണ്ടും ഭരണഘടനയ്ക്കകത്തെ ആമുഖത്തിലേക്ക് വരാം. എന്താണ് ഭാരതം എന്ന് ഉദ്ദേശിക്കുന്നത്? ഭാരതത്തിലെ ജനങ്ങളെ കുറിച്ച് പറയാനാണ്. ജനങ്ങളെ നാം പരമാധികാരം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ പസോ മജറി, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ്. നോക്കൂ, അതിനുശേഷം നിങ്ങളൊന്ന് വായിച്ചേ. അതിലെ പൗരന്മാർക്കെല്ലാം വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം നേടാൻ പോകുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഉദ്ദേശിക്കുകയാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി. ഓക്കെ, പൗരന്മാർക്ക് എല്ലാവർക്കും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലും സമത്വം. അങ്ങനെ തുടങ്ങി നിങ്ങൾ വായിച്ചു നോക്കിയേ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം.
ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ. ഒന്ന് നീതി, രണ്ട് സ്വാതന്ത്ര്യമാണ്. ഇത് അവിടെ അടിവരയിടാം. നീതി, സ്വാതന്ത്ര്യം, സമത്വം. നോക്കൂ, സാഹോദര്യം. നമ്മള് ഏതോ ലാലേട്ടന്റെ സിനിമയെ പാടുന്നില്ലേ, സാരി സരി സരി സ എന്ന് പാടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നീ സ്വാ സ സ എന്നൊക്കെ കോഡാക്കി പഠിക്കാം. നീ സ്വാ സ സ അല്ലെ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്തായാലും എനിക്ക് സംഗതി നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഇതൊന്നും നമ്മൾ അങ്ങോട്ട് ഡീപ്പായിട്ട് ഇത് വേണോ, ഇതൊന്നും MCQ സ്ഥിരം ചോദിക്കാത്തല്ലേ, നിങ്ങൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോകും. കാരണം സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരും. ഇപ്പൊ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതാണ് ലക്ഷ്യങ്ങൾ. കൃത്യമായിട്ട് പഠിച്ചോളുക. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇനി ഓരോന്നോരോ നോക്കാവേ. നീതി എന്ന് പറയുമ്പം ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരം നീതിയുണ്ട്. അതാണ് നമ്മൾ എഴുതി വെച്ച കണ്ടോ നിങ്ങള്. സാമൂഹികം, സാമ്പത്തിക, രാഷ്ട്രീയം. അത് തന്നെയാണ്. അത് ഞാൻ ഇങ്ങോട്ട് വൃത്തിക്ക് മാറ്റി എഴുതുന്നേ ഉള്ളൂ. സാമൂഹിക നീതി, അതുപോലെ സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ നീതി എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങൾ 3 പഠിക്കണം. സമൂഹത്തില് ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ നിറത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം, അതാണ് സാമൂഹിക നീതി കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു വിവേചനം പാടില്ല. അതാണ് സാമൂഹിക നീതി. എന്താണെന്ന് മനസ്സിലായല്ലോ. പണത്തിന്റെ അല്ലെ, ഈ പറയുന്ന സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പണക്കാരനൊരു പ്രത്യേക നീതി അല്ലെ, കോടതി പോകുമ്പോൾ അവര് ഹാജരാകണമെന്നില്ല, അല്ലെങ്കിൽ അവരോട് ജഡ്ജിക്ക് ഒരു പ്രത്യേക വികാരം, അതൊന്നും പറ്റില്ല. അപ്പൊ അതാണ് സാമ്പത്തിക നീതി. അപ്പം സാമൂഹിക നീതി എല്ലാവർക്കും വേണം, സാമ്പത്തിക നീതി വേണം, രാഷ്ട്രീയ നീതി, ഈ പറയുന്ന രാഷ്ട്രീയ നടപടിക്രമങ്ങളിലുള്ള തുല്യത. നോക്കൂ, നീതി, ഈ പറയുന്ന നീതി ഉറപ്പാക്കാൻ വേണ്ടി ഭരണഘടനയിൽ കൃത്യമായിട്ട് ചില ഭാഗങ്ങളുണ്ട്. അവിടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ചില ഭാഗങ്ങളാണ് മൗലികാവകാശങ്ങൾ, അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന CPO എക്സാം ആയാലും LGS ആണെങ്കിലും LDC ആണെങ്കിലും ഒക്കെ ചോദിക്കും. മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തെ ആമുഖത്തിനകത്തുള്ള നീതി ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എന്താക്കിയാണ് ഉൾപ്പെടുത്തിയ ഭാഗമാണ് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. പഠിച്ചോ. നോക്കൂ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യം അല്ലേ. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അവിടെ ചിന്ത, ആവിഷ്കാരം, വിശ്വാസം. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചിന്ത, അതുപോലെ തന്നെ ആവിഷ്കാരം, വിശ്വാസം, ഇവയ്ക്കൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ നൽകുന്നുണ്ട് ഈ രാജ്യം. മൗലികാവകാശങ്ങളുടെ, പൗരസ്വാതന്ത്ര്യങ്ങളിലൂടെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ, മതസ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് എന്താകുന്നത് ലഭിക്കുന്നത്. നോക്കുക, മൗലികാവകാശങ്ങളിലൂടെയും അതുപോലെ തന്നെ പൗരസ്വാതന്ത്ര്യത്തിലൂടെയാണ് നമുക്ക് ഇത് കിട്ടുക അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി സമത്വമാണ്. എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. നമ്മളിത് മൗലികാവകാശങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയും. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ആമുഖത്തിൽ പരാമർശിക്കുന്ന കാര്യം കൂടിയാണ് സമത്വം. എല്ലാ പൗരന്മാർക്കും നിയമത്തിൽ ഒരുപോലെ സംരക്ഷണം കൊടുക്കുക അല്ലെ. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും തുല്യ പരിഗണന, അതൊക്കെ സെയിം ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും അവസരം നൽകുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. ഇതാണ് സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. സാഹോദര്യം, എന്താണ് സാഹോദര്യം? ആ വാക്ക് തന്നെ അല്ലേ. മൗലികാവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളെ മൗലികാവകാശങ്ങൾ ഓരോ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ സാഹോദര്യം ഊട്ടി ഉറപ്പിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. അപ്പൊ സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, അതുപോലെ നീതി, 4 കാര്യങ്ങൾ മറക്കരുത് കൂട്ടുകാരെ. അവിടെ നമ്മൾ ഈ പറയുന്ന 4 ലക്ഷ്യങ്ങൾ പഠിച്ച കൂട്ടത്തില് നിങ്ങൾ ഓർത്തു വെക്കേണ്ട, PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകളാണ്. നീതി എന്ന ആശയം നമ്മൾ കടമെടുത്ത് എവിടുന്നാണ് ചോദിക്കുകയാണെങ്കിൽ കൂട്ടുകാരെ എഴുതണം, അത് USSR എന്നാണ്, റഷ്യൻ വിപ്ലവം. നോക്കൂ, റിപ്പബ്ലിക് എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ 3 കാര്യങ്ങൾ കൂടി, ഈ ലക്ഷ്യത്തിൽപ്പെടുന്ന 3 കാര്യങ്ങൾപ്പെട്ട സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും കൃത്യമായിട്ട് പഠിക്കണം. ഫ്രഞ്ച് വിപ്ലവം അഥവാ ഫ്രാൻസ് എന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, USSR മറക്കാതെ പഠിക്കണം. 1 മാർക്ക് അവിടെ കിട്ടും. അവിടെ ഒരു നല്ലൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. സാഹോദര്യം എന്ന പദം, നോക്കൂ, സാഹോദര്യം എന്ന പദം നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിർദ്ദേശിച്ചത് ആരാണ് ചോദിച്ചത് കൂട്ടുകാരെ ആലോചിക്കണം. അത് BR അംബേദ്കർ ആണ്. ഒരു PYQ ആണ്, പഠിക്കുക. സാഹോദര്യം എന്ന പദം ഭരണഘടനയ്ക്കകത്തേക്ക് നിർദ്ദേശിച്ചത് BR ആണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി ഭീമാറാവു അംബേദ്കർ ആണ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യമായാലും സമത്വമായാലും നീതിയാണെങ്കിലും സാഹോദര്യമാണെങ്കിലും ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനയ്ക്കകത്ത് ചില ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ചോദിക്കും ഇതിനകത്ത് ഉൾപ്പെട്ടത് ഏത്, ഇല്ലാത്തത് ഏതെന്നൊക്കെ. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ അഥവാ ചുമതലകൾ. ഈ 3 ഭാഗങ്ങള് കൃത്യമായിട്ട് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഓരോ ഭാഗത്തിന് ഓരോ പർപ്പസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഭരണഘടനയുടെ ഭാഗങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ. അപ്പൊ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഭാഗങ്ങൾ പഠിക്കുമ്പം ആദ്യത്തെ പ്രധാനപ്പെട്ട ഈ 3 ഭാഗങ്ങൾ ആമുഖത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കൂടി സഹായിക്കുന്ന വകുപ്പുകളാണെന്ന് മനസ്സിലാക്കണേ. ക്ലിയർ ആണ്. ഇനി നമുക്ക് ഭരണഘടനയെ ആമുഖവുമായി ബന്ധപ്പെട്ട് ഒരു ഭേദഗതി പഠിക്കാനുണ്ട്. ഈ ഭേദഗതി നമ്മൾ പിന്നീട് വീണ്ടും വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഒരു 15 മിനിറ്റ് എടുത്ത് പഠിപ്പിക്കാനുണ്ട് ഈ ഭേദഗതി. തൽക്കാലം നിങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കുക. 42ാമത് ഭേദഗതി. കൂട്ടുകാർക്കറിയാം,
42ാമത് ഭേദഗതി അല്ലെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തൽക്കാലം എന്താണ് ഈ ഭേദഗതിയുടെ ഇപ്പോഴത്തെ പ്രത്യേകത? ആമുഖം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, നമ്മൾ ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് ഇന്ത്യയിൽ ഇതുവരെ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഏക തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതി 1976 ഈ പറയുന്ന പാർലമെന്റ് പാസ്സാക്കിയ 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. എന്നാൽ ഇത് നിലവിൽ വന്നത് 77 77 ജനുവരി 3 നമുക്കറിയാം അടിയന്തരാവസ്ഥ ഘട്ടം. 75 അടിയന്തരാവസ്ഥ വരുന്നു. അതിനുശേഷം 1977 ജനുവരി 3 ഇത് നിലവിൽ വരുന്ന. ഡേറ്റ് പഠിക്കണേ. 76 ഭേദഗതി, 42ാം ഭേദഗതി. ആമുഖം ഈ ഭേദഗതി ചെയ്തത് ഇന്ത്യയില് ഒരേ ഒരു തവണയാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാജിയാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. നിങ്ങൾക്കറിയാം അല്ലെ? നോക്കൂ, എന്താണ് ഭേദഗതി ചെയ്തത്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം നമ്മൾ ഇപ്പം പഠിക്കുന്ന പസവമചരിയാണ്. അതിനു മുമ്പുണ്ടായിരുന്നത് പരമാധികാര, നമ്മുടെ ഭരണഘടനാ കർത്താക്കൾ 1950 ജനുവരി 26 എഴുതി വെച്ച ആമുഖത്തിലുണ്ടായിരുന്നത് ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു കൂട്ടുകാരെ. അവിടെ 2 വാക്കുകൾ കൂടുതൽ വന്നു. എന്തൊക്കെയാണ്? സോഷ്യലിസവും മതേതരത്വവും. പഠിച്ചു വെക്കണം. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തെ പ്രിയാമ്പിൾ ഭേദഗതി ചെയ്യുന്നു. അവിടെ 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. എന്തൊക്കെയാണ്? സ്ഥിതി സമത്വം, സോഷ്യലിസം, മതേതരത്വം, സെക്യുലർ. നോക്കൂ, ജനാധിപത്യ റിപ്പബ്ലിക് അങ്ങനെയായിട്ട് മാറുന്നു ആ പേര് കേട്ടോ. അപ്പൊ പസവമചരി എന്നതിലേക്ക് നമ്മൾ എത്തുന്നു. പസവമചരി ഞാൻ ഇടക്കിടക്ക് പറയുന്നത് നിങ്ങളെ മനസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യം. അവിടെ നോക്കൂ, ആ പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് മറ്റൊരു വാക്ക് കൂടി മാറ്റുന്നു. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നത് അവിടെ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുന്നു. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ എത്രയെണ്ണം? 3 അല്ലെങ്കിൽ ഭേദഗതിയിലൂടെ പുതുതായി കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉൾപ്പെടാത്ത ഏത്? അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നേരത്തെ പഠിച്ച സ്ഥിതി സമത്വം, അതുപോലെ തന്നെ മതേതരത്വം, അതിന്റെ കൂട്ടത്തിൽ അഖണ്ഡത. 3 കാര്യങ്ങളാണ്. 3 വാക്കുകൾ ഇവിടെ കണ്ടോ? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഞാൻ സ്പീഡ് പറയുന്നത് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ എടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, സ്പീഡായിട്ട് തോന്നുന്ന ഒരു വീഡിയോയുടെ സെറ്റിംഗ്സിൽ പോയിട്ട് സ്ലോ ആക്കി കാണുക. ഓക്കെ, അപ്പൊ 42ാമത് ഭരണഘടനാ ഭേദഗതി കൃത്യമായിട്ട് പഠിച്ചോളുക. 76 പാർലമെന്റ് പാസ്സാക്കുന്നത്. ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇനി നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ പഠിക്കണം. ബേരുബാരി കേസ് അഥവാ ബെറുബറി കേസ് എന്നൊക്കെ വിളിക്കാം. പശ്ചിമ ബംഗാൾ ഒരു പ്രദേശമാണ് ബെറുബറി എന്ന് പറയുന്നത്. 1960 ബെറുബറി കേസ് എന്ന് പറയുന്ന ഒരു കേസ് സുപ്രീം കോടതി എത്തിയ സമയത്ത് സുപ്രീം കോടതി കൂട്ടുകാരെ കൃത്യമായിട്ട് പറയുന്നു, ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. ഭരണഘടനയുടെ ഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല ആമുഖം. ബാക്കി വരുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി. ആമുഖത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞത് ഏത് കേസിലാണെന്ന് ചോദിക്കും. ആദ്യമായിട്ട് ബെറുബറി കേസ് അഥവാ ബേരുബാരി കേസ് എന്നൊക്കെ പറയാം. 1960 വർഷം പഠിക്കണം. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. പഠിച്ചല്ലോ. ഈ കേസിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോ അതൊരു നല്ല നിലവാരമുള്ള ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. നോക്കൂ, എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പ്രസ്താവിച്ച സുപ്രീം കോടതി കേസ് ഏതാണ്? ബെറുബാരി കേസ് 1960. സെറ്റാണോ? അത് പശ്ചിമ ബംഗാളിലെ ഒരു ഭൂപ്രദേശം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായുള്ള കേസാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ ഈ കേസുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. തൽക്കാലം ഒരു ഒഴുക്കിനുള്ള ഒരു പഠിത്തം മാത്രം കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമ്മൾ നുള്ളിപ്പെറുക്കി തരികയാണ്. ഓക്കെ, അപ്പൊ ഈ കേസിനെ കുറിച്ചുള്ള 2 പോയിന്റ് പഠിക്കാം. അടുത്തൊരു കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതൊരു PSC പരീക്ഷയിലും ചോദ്യം പ്രതീക്ഷിക്കാം. 2020 സെപ്റ്റംബർ 6 നമ്മുടെ ഈ കാണുന്ന ഫോട്ടോയിലുള്ള വ്യക്തി, അതായത് കേശവാനന്ദ ഭാരതി, കേരള ശങ്കരാചാര്യർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കേശവാനന്ദ ഭാരതി. കേരള ശങ്കരാചാര്യർ എന്നറിയപ്പെടുന്ന കേശവാനന്ദ ഭാരതി നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠം എന്ന് പറയുന്ന ഒരു മഠമുണ്ട്. അവിടെ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു മഠമാണ്. ആ എടനീർ മഠത്തിലെ സ്വാമിജി ആയിരുന്നു കേശവാനന്ദ ഭാരതി. കേരള ഗവൺമെന്റ് 1963 69 ആയിട്ട് കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നു. ആ സമയത്ത് ഈ പറയുന്ന എടനീർ മഠത്തിലെ ചില ഭൂഭാഗങ്ങൾ കേരളത്തിന്റെ സർക്കാർ സ്വന്തമാക്കി. ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ സംഘടന സ്ഥാപനം അല്ലെ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മതപരമായ ഇദ്ദേഹത്തിന്റെ അവകാശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടുന്ന് ഇദ്ദേഹത്തിന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നില്ല. അദ്ദേഹം നേരിട്ട് സുപ്രീം കോടതിയിൽ പോവാണ്. നോക്കൂ, നാനാവാല പൽക്കിവാല എന്ന് പറയുന്ന വക്കീലാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ അഭിഭാഷകൻ കേട്ടോ. പൽക്കിവാല ഇന്ന് നമുക്ക് പഠിക്കാനുണ്ട് പൽക്കിവാലയെ കുറിച്ച്. ആ നാനാവാല പൽക്കിവാലയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നു. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നു. സമാനമായ
6ഓളം റിട്ട് ഹർജികളെന്ന് സുപ്രീം കോടതി എത്തുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റ് പല കേസിന്റെ ഭാഗമായിട്ട് പല ഹർജികളും സുപ്രീം കോടതി എത്തുകയാണ്. അങ്ങനെ ആദ്യം ഈ പറയുന്ന ആർട്ടിക്കിൾ 24, 25, 29 തുടങ്ങിയ ആർട്ടിക്കിളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മൗലികാവകാശങ്ങൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രിക്കാർ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ എടുക്കുന്നില്ല. ഓക്കെ, പിന്നീട് നമുക്ക് ഈ പറയുന്ന 10th ലെവൽ മെയിൻസിനൊക്കെ ശേഷം ഡിഗ്രിക്കാർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഡീറ്റെയിൽ ക്ലാസ്സുകൾ ഞാൻ മെയിൻസിന് നൽകും, ഇപ്പൊ നൽകില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ വിശദമായിട്ട് പറയാം. ആ സമയത്ത് കേശവാനന്ദ ഭാരതി പോയ സമയത്ത് 6 റിട്ട് ഹർജികൾ നിങ്ങൾ പഠിക്കണം ഡിഗ്രിക്കാര്. അതിനകത്ത് ആദ്യം വന്ന റിട്ടായിരുന്നു കേശവാനന്ദ ഭാരതിയുടേത്. സുപ്രീം കോടതിയുടെ ബൃഹത്തായ ഒരു ബെഞ്ച്, 13-അംഗ ബെഞ്ചാണ്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 13-അംഗ ബെഞ്ച്. നോക്കൂ, ആ ബെഞ്ച് ഈ വിധികളെല്ലാം, ഈ പറയുന്ന റിട്ടുകളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അതിനൊരു കൃത്യമായിട്ടുള്ള വിധി പ്രസ്താവിക്കുമ്പം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹർജി ആയതുകൊണ്ട് ഈ വിധി ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1973 സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഈ ഒരു വിധി വരുന്നത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്താണ് ഈ വിധിയുടെ പ്രത്യേകതകൾ? മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ഗോലക്നാഥ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് മൗലികാവകാശങ്ങളും ഭരണഘടനാ ഭേദഗതിയും പഠിക്കുമ്പോൾ പറയാം. നമ്മളിപ്പോ നോക്കുന്നത് ആമുഖവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസാണ്. എന്താണ് പറയുന്നത്? 60 ബെറുബാരി കേസിൽ പറയുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, നിങ്ങൾ ആമുഖം പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് സുപ്രീം കോടതി പറയുന്നു. 1960 ബെറുബാരി കേസ്. എന്നാൽ കൂട്ടുകാരെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖമെന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി അടിവരയിട്ട് പറയുകയാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി പറയുകയാണ്. 73-ല് 76-ലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭേദഗതി വരുന്നത് പാർലമെന്റില്, അല്ലെ? സോഷ്യലിസം, ആ പറയുന്ന മതേതരത്വം, അഖണ്ഡത, 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾ ഇതൊക്കെ ആലോചിക്കണം. ഇതിനൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, വിശദമായിട്ട് നമുക്ക് ഭരണഘടനയുടെ കേസുകളൊക്കെ പഠിക്കാനുണ്ട് ഡിഗ്രിക്കാർക്ക്. ആ സമയത്ത് അതെല്ലാം പറയാം. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ വിധിക്ക് ശേഷം നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതിനുശേഷം വീണ്ടും ചില വിധികൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അപ്പോ 1973-ലെ കേശവാനന്ദ ഭാരതി കേസിന്റെ ഭാഗമായിട്ടാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. എന്താണ്? അടിസ്ഥാന സവിശേഷതകളിൽ മാറ്റം വരുത്താതെ ഭേദഗതി വരുത്താമെന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ അടിസ്ഥാന സവിശേഷത എന്ന് ഒരു 10th ലെവൽ മെയിൻസുകാരൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. SM സിക്രി നോക്കൂ, 13-അംഗ ബെഞ്ചാണ്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 13-അംഗ ഏറ്റവും ബൃഹത്തായ സുപ്രീം കോടതിയുടെ ഏറ്റവും ജഡ്ജിമാർ ഉൾക്കൊള്ളുന്ന ഒരു ബെഞ്ചാണ് ഇത് വിധി പറയുന്നത് കേട്ടോ. ഏറ്റവും ബൃഹത്തായ വിധിയാണ്. ആ വിധിയില് നോക്കൂ, അവിടെ കൃത്യമായിട്ട് പറയുന്ന 5 കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഭരണഘടനയുടെ പരമാധികാരത്തെ തൊട്ട് കളിക്കാൻ പാടില്ല. സർക്കാരിന്റെ ജനാധിപത്യ സ്വഭാവത്തെ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം, അവിടെ ആ ഒരു കാര്യത്തൊന്നും തൊട്ട് നിങ്ങൾ കളിക്കരുത്. ഒരു ഭേദഗതി നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഒരു സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ട് പാർലമെന്റിൽ, അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജനാധിപത്യത്തെ ഇലക്ഷൻ സംവിധാനം ഒന്നും ഒട്ടിമറിക്കാൻ സാധിക്കില്ല ഇന്ത്യയില്. അതുപോലെ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനൊന്നും നമുക്ക് സാധിക്കില്ല. ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്ക് ആലോചിക്കുക. നിയമനിർമ്മാണ വിഭാഗവും ഭരണനിർവഹണ വിഭാഗവും ജുഡീഷ്യറി തമ്മിലുള്ള വിഭജനം, ഇതിനൊക്കെ ഓരോരോ കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. ഇന്നതൊക്കെയാണ് ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ, ഇന്നതൊക്കെയാണ് എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങൾ, ഇന്നൊക്കെയാണ് ലെജിസ്ലേറ്റീവിന്റെ കാര്യങ്ങൾ. അപ്പൊ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താതെ കൃത്യമായിട്ട് പോകണം. ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ അട്ടിമറിക്കാൻ പാടില്ല. സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ അധികാരങ്ങളുണ്ട്, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള അധികാരമുണ്ട്. എല്ലാം കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാം സംസ്ഥാനങ്ങളിലേക്ക് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നല്ല നിലവാരമുള്ള പരീക്ഷകൾക്ക് ചോദിക്കാം. ഒരു പക്ഷേ LDC ലെവലിലുള്ള 10th ലെവൽ മെയിൻസ് ചോദിക്കാം. ഇതൊന്നും LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ എന്തായാലും LDCക്കാർ മസ്റ്റായിട്ട് പഠിക്കണം. ഭരണഘടനയുടെ പരമാധികാരം, ജനാധിപത്യ സ്വഭാവം, മതേതര സ്വഭാവം, അതുപോലെ ഈ പറയുന്ന 3 വിഭാഗങ്ങളുടെ കൃത്യമായ നിർവഹണം, ഫെഡറൽ സ്വഭാവം പഠിച്ചോളുക. നോക്കൂ, അടുത്തൊരു കേസ്. ഈ പറയുന്ന 2 കേസുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് ഏത് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്നാൽ നിലവാരം കൂടിയ പരീക്ഷകൾക്ക്, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 കേസുകളാണ്. ആത്തം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. 1986-ലെ കേസാണ്. ആത്തം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. പഠിച്ചു വെക്കണം. ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല, കളക്ഷൻ ഓഫ് യൂസ്ലെസ് റെറ്റോറിക്, ആമുഖം എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഈ വാക്ക് ശ്രദ്ധിക്കണം. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ വരുന്ന വാക്കാണ്. ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല. ഇത് വെറുതെ അവിടെ എഴുതി വെച്ചൊന്നുമല്ല. ഈ കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ഇന്ത്യയിൽ ഒരു പരിപാടി നടക്കൂല.
ഓക്കെ, കൃത്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് ആമുഖത്തിനകത്ത് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാണ്. സിമ്പിളായിട്ട് ആ വാക്ക് ഇച്ചിരി കട്ടിയാണെങ്കിലും നിങ്ങൾ ആലോചിക്കുക. ആത്തം പ്രകാശ് എന്താ പറഞ്ഞത്? ആ കേസ് എന്ന് പറഞ്ഞത് ഹരിയാന സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസാണ്. 86-ലാണ്, 73-ന് ശേഷമാണ്. ഓക്കെ, കളക്ഷൻ ഓഫ് യൂസ്ലെസ് റെഹറ്റോറിക് എന്ന് പറയുന്നു ആമുഖത്തെ സുപ്രീം കോടതി. ഓക്കെ, എന്ന് കൃത്യമായിട്ട് ശേഖരമല്ല എന്നാട്ടോ പറഞ്ഞത്. ഓക്കെ, നോക്കൂ, അടുത്തൊരു കേസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് കേസുകളുണ്ട് ഡിഗ്രിക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട്. തൽക്കാലം ഒരു 10th ലെവലൊക്കെ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995-ലെ കേസാണ്. LICയും യൂണിയൻ ഓഫ് ഇന്ത്യ തമ്മിലുള്ള കേസ്. അവിടെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? ഒരിക്കൽ കൂടി കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസിലാണ്. അപ്പൊ ആത്തം പ്രകാശ് കേസിലാണെങ്കിലും LIC വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണെങ്കിലും കേശവാനന്ദ ഭാരതി കേസിലാണെങ്കിലും എല്ലാം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു ഡേറ്റ്, നമ്മൾ ഇത്ര നേരം ആമുഖം കണ്ടു, നിങ്ങൾ മുഴുവൻ ആമുഖം വായിച്ചിട്ടുണ്ടാവും. അതിന് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് കാണാം. ആമുഖത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26 ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം, അംഗീകരിക്കപ്പെട്ട ദിവസം അല്ലെ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? സ്ഥിരം ചോദ്യമാണ്. 1949 നവംബർ 26 അല്ലെ. നവംബർ 26 ഭരണഘടനാ ദിനമല്ലേ? നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിയമദിനമായിട്ടൊക്കെ. അപ്പൊ ആ നവംബർ 26 1949 ആ ഡേറ്റ് ആണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ നല്ലൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് വെച്ചൊരു പുതിയ രീതിയാണ് സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കുക എന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഭരണഘടനയുടെ ആമുഖത്തെ ചില ആളുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പല പരീക്ഷകളും പ്രത്യേകിച്ച് LGS LDC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന മേഖലയാണ്. എന്താണിത്? ഭരണഘടനയുടെ ആമുഖത്തിലുള്ള വിശേഷണങ്ങളാണ്. നോക്കൂ, ഭരണഘടനയുടെ ഹൃദയം. ഇവിടെ പല റാങ്ക് ഫയലും തെറ്റായിട്ടൊക്കെ കാണാം. ഞാൻ മുമ്പൊരു ക്ലാസ് ആമുഖത്തിന്റെ ചെയ്ത സമയത്തും കമന്റ് കണ്ടു, ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ. ഒരുപാട് വിശദമായുള്ള റെഫറൻസ്, പല പുസ്തകങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നിയമം ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം റെഫർ ചെയ്തു. ഇനിയിപ്പം ഗൂഗിളോ വിക്കിപീഡിയ എവിടെയൊക്കെ തിരയാൻ പറ്റും അതെല്ലാം തിരഞ്ഞിട്ടാണ് നമ്മൾ ഇത് കാര്യങ്ങൾ ചെക്ക് ചെയ്തത്. എന്നിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പൊ ചില റാങ്ക് ഫയലിലൊക്കെ ചിലത് അങ്ങനെ കാണാം. അപ്പൊ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ധൈര്യപൂർവ്വം പഠിക്കാവുന്നതാണ്. ഭരണഘടനയുടെ ഹൃദയം എന്ന് പറയുന്നത് നെഹ്റുവാണ്. ശ്രദ്ധിക്കണം, ഭരണഘടനയുടെ ഹൃദയം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ 32 വിളിച്ചത് BR അംബേദ്കർ ആണ്. എന്നാൽ ആമുഖത്തെ ഹൃദയം അദ്ദേഹം എഴുതിയതാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക, നെഹ്റു എഴുതിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അപ്പൊ അദ്ദേഹം തന്നെ എന്ത് വിളിക്കുന്നു? ഹൃദയം എന്ന് വിളിക്കുന്നു. സെറ്റാണോ? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. ഇവിടെ കേശവാനന്ദ ഭാരതി കേസിൽ അപ്പിയർ ചെയ്ത വക്കീലിലെ ഇന്ത്യയിലെ പ്രഗത്ഭനായ അഡ്വക്കേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, NA പൽക്കിവാല. ആ പൽക്കിവാല പറഞ്ഞാണ് തിരിച്ചറിയൽ കാർഡാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. എന്താണ്? പൽക്കിവാല കാർഡ് നമ്മൾ പോക്കറ്റിലാണ് ഇടാറ് സാറല്ലേ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, നമ്മുടെ വോട്ടർ ID ഒക്കെ ഇവിടെ ഇടാറുണ്ട്, നമ്മുടെ പോക്കറ്റിൽ ഇടാറുണ്ട്. പൽക്കി, പോക്കറ്റെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പൽക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കുക ലിങ്ക് ചെയ്ത്. ഇനി മുൻഷി ആലോചിക്കൂ. ജാതകം നോക്കാറ് മുൻഷിയാണെന്ന് ആലോചിക്കുക. ജാതകം നോക്കാറ് ജോത്സ്യനാണ്. ഇത് നിങ്ങൾ മുൻഷി ആലോചിക്കുക. മുൻഷിയെ നമ്മൾ മുമ്പ് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഈ ഏഷ്യാനിൽ ഒരു പരിപാടി ഉണ്ട് മുൻഷിയിലെ. അപ്പൊ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെയാണ് മുൻഷിയിൽ, ഏഷ്യാനിലെ ആ ഒരു മുൻഷി പ്രോഗ്രാമിൽ വരാറ്. അപ്പൊ രാഷ്ട്രീയ ജാതകം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മുൻഷി. അങ്ങനെ ആലോചിക്കാം. അപ്പൊ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം, പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് വരുമ്പോൾ കുടുങ്ങരുത്. അപ്പൊ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് അഥവാ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കുന്നത് KM മുൻഷിയാണ്. ഇനി ഭരണഘടനയുടെ ആത്മാവ് സോൾ. ശ്രദ്ധിക്കണം, ഭരണഘടനയുടെ താക്കോൽ ഇത് ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട് മുമ്പ് PSC. ആത്മാവും താക്കോൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പലരും അത് ഇന്നാളല്ല പറയുന്നുണ്ട്. കൃത്യമായിട്ട് നോക്കൂ, UPSC എക്സാമുകൾക്കടക്കം ഇത് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോളുക. ഭരണഘടനയുടെ താക്കോൽ എന്നും ഭരണഘടനയുടെ ആത്മാവ് എന്നും ഒക്കെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ താക്കൂർ ദാസ് ഭാർഗവാണ്. താക്കോൽ അവിടെ വെറും താക്കോലാണ്. ഭരണഘടനയുടെ കീ നോട്ട് എന്ന് പറയരുത്. ആ കീ വേറെയാണ്, ഞാൻ പറയാം. ഓക്കെ, ആ കീ വേറെയാണ്. ഇത് താക്കോൽ എന്ന് ആലോചിക്കണം. താക്കോൽ അത് താക്കൂർ ദാസ് ഭാർഗവ്. ഓക്കെ, ഇനി ഭരണഘടനയിലെ ഒരു രത്നമാണ്. ഈ ഭരണഘടനയിലെ
ആമുഖം എന്ന് പറയുന്നത് ഇതൊരു രത്നമാണ് എന്ന് പറയുന്നു. ഭരണഘടനയുടെ മൂല്യം അളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോലാണ്. ഭരണഘടനയുടെ മൂല്യം അളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോലാണ്. 4 വാക്കുകളാണ്. എന്ത് പറയുന്നു? ആത്മാവെന്ന് വിളിക്കുന്നു, താക്കോൽ എന്ന് വിളിക്കുന്നു, ഒരു രത്നമാണെന്ന് വിളിക്കുന്നു. അല്ലെ, നോക്കൂ, ഒരു രത്നമാണ് ഈ പറയുന്ന ഭരണഘടന, ഒരു രത്നമാണ് ആമുഖം എന്ന് വിളിക്കുന്നു, മൂല്യം അളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോൽ എന്ന് വിളിക്കുന്നു. ഈ 4 വിളികളുമാരാണ് താക്കൂർദാസ് ഭാർഗവാണ്. ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ പഠിച്ചത് താക്കോലാണ്, ആ കീ അല്ല ഈ കീ, ഇത് കീ നോട്ടാണ്. ശ്രദ്ധിച്ചു പഠിക്കണം. അപ്പൊ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിളിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. കീ നോട്ട് എന്ന് വിളിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. പഠിച്ചല്ലോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോട് ആമുഖത്തെ താരതമ്യപ്പെടുത്തി ഭരണഘടനയുടെ ആത്മാവ്. അപ്പൊ ആത്മാവ് എന്ന് വിളിച്ചത് നമ്മുടെ താക്കൂർദാസ് ഭാർഗവ് മാത്രമല്ല, നമ്മുടെ മുൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അല്ലെ, നമ്മുടെ പ്രസിഡന്റിന്റെ താൽക്കാലിക ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ച നമ്മുടെ ജസ്റ്റിസ് എം ഹിദായത്തുള്ള അദ്ദേഹം കൂടി എന്ത് വിളിച്ചിട്ടുണ്ട്? ഭരണഘടനയുടെ ആത്മാവെന്ന്. അപ്പൊ അദ്ദേഹം എങ്ങനെ വിളിച്ചത്? എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോട് ആമുഖത്തെ താരതമ്യപ്പെടുത്തി ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് എം ഹിദായത്തുള്ളയാണ്. ഏണസ്റ്റ് ബാർക്കർ കീ നോട്ടാണ്, മറക്കരുത്. കീ നോട്ട് ഏണസ്റ്റ് ബാർക്കർ. പഠിച്ചോളുക, കോഡാക്കി വെച്ചോളുക. ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു. എന്ന് വെച്ചാല് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറയുന്നു, ഞങ്ങളുടെ ഇത്രയും കാലം ചിന്തിച്ച കാര്യങ്ങൾ, ഞങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ആമുഖത്തിനകത്തുണ്ട്, ആമുഖം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം എങ്ങനെയാവണമെന്ന് കൃത്യമായിട്ട് പറയുന്നില്ലേ? നമ്മുടെ ലക്ഷ്യങ്ങള്, രാജ്യത്തിന്റെ നിർവചനം ഒക്കെ ആലോചിക്കുക. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ആമുഖം അധികാരത്തിന്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പറഞ്ഞത് PB ഗജേന്ദ്ര ഗാഡ്കർ ആണ്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. LGS പരീക്ഷയ്ക്കാരൊന്നും ഇത് പഠിക്കണമെന്നില്ല. ഈ 3 പോയിന്റുകൾ. ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു. കോക്ക സുബ്ബറാവു ആണ് എന്താ പറഞ്ഞേ? കോക്ക എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾ ഇനി കോക്ക എന്ന് ആലോചിക്കുക. ഈ അഭിലാഷങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആശയങ്ങൾ, ആമുഖത്തില് അതിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും എല്ലാം വിശദമായിട്ടുണ്ട്. അതാണ് കോക്ക സുബ്ബറാവു പറഞ്ഞത്. അതുപോലെ ദൈവത്തിന്റെ നാമത്തിൽ എന്ന രൂപത്തിൽ, എന്ന് വെച്ചാൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആമുഖത്തെ ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആരംഭിക്കണം എന്ന് പറഞ്ഞത് കമ്മത്താണ്. ആരാണ്? കമ്മത്ത്. അപ്പൊ കമ്മത്ത് ചേട്ടൻ, ഗജേന്ദ്ര ചേട്ടൻ, കോക്ക, ഇത് 3 ആലോചിച്ച് വെക്കുക. അപ്പൊ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് ആമുഖം ആരംഭിക്കണം എന്ന് പറഞ്ഞത് കമ്മത്താണ്. കൂട്ടുകാരെ, ഇനി ഒരു 3 ചോദ്യങ്ങളാണ്. നമ്മുടെ ക്ലാസിന്റെ ദൈർഘ്യം കൂടി പോകുന്നുണ്ടെന്ന് അറിയാം. വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകളൊന്നും വ്യൂസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൊണ്ട് മാത്രമേ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, തംബ്നെയിലിൽ വെറുതെ ഒരു മോട്ടിവേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂസ് നമുക്ക് ഇത്തരം ക്ലാസ്സുകളിൽ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ മിനിമം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ചോദ്യം ചോദിക്കും, അതിന് ആൻസർ ചെയ്യുക. 1, 2, 3 നമ്പർ ഇട്ട് ആൻസർ ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്ത ഇതാണ്, നിങ്ങൾ ആൻസർ ചെയ്യുക. 1. രണ്ടാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം എന്ന് അഭിപ്രായപ്പെട്ടത്. അതൊരു വലിച്ചിട്ട് ഞാൻ ചോദിച്ചാണ്. ആമുഖത്തെ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് ആരാണ്? അതുപോലെ കേശവാനന്ദ ഭാരതി കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഈ പറയുന്ന 3 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീണ്ടും മറ്റു ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.